കോൺഗ്രസ് ഇളക്കിവിട്ട ആശാ വർക്കേഴ്സ് ചർച്ചയിൽ ഒരു തരത്തിലും അടുക്കുന്ന മട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ആശാ പ്രവർത്തകരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ മൂന്നാം വട്ട ചർച്ചയിൽ വിജയം കണ്ടില്ലായിരുന്നു. ഇന്നും ചർച്ച തുടരും. പ്രതീക്ഷയുണ്ട്, വളരെയധികം പ്രതീക്ഷയുണ്ട്. കാരണം 53 ദിവസം കൊണ്ട് നമ്മൾ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കല്ലേ. ഇന്നത്തെ ചർച്ച നമുക്ക് അനുകൂലമാകണം എന്നാണ് പ്രാർത്ഥന. വളരെയധികം പ്രതീക്ഷയുണ്ട്. അങ്ങനെ സമാധാനപരമായി നല്ല രീതിയിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്നേഹികൾക്ക് ആഗ്രഹം. മുൻ ചർച്ചകളിലെ പോലെ ഓണറേറിയം വർധനവ് സംബന്ധിച്ച് വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ചും യാതൊരു തീരുമാനവും ഉണ്ടായില്ല എന്ന് സമരസമിതി നേതാവ് എസ് മിനി പറയുകയാണ്. പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കുന്നതിനെ കുറിച്ച് നിർദ്ദേശം ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തങ്ങളുടെ സംഘടനയായ കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഒഴികെ CITU-യും INTUC-യും അംഗീകരിച്ചതായും അവർ പറയുന്നുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചോ വിരമിക്കൽ ആനുകൂല്യത്തെ കുറിച്ചോ ചർച്ച ചെയ്തിട്ടില്ല. കമ്മിറ്റി വെക്കുന്ന നിർദ്ദേശം തങ്ങൾ അംഗീകരിച്ചിട്ടില്ല. സർക്കാർ കൂടെയുണ്ട് എന്ന് എന്നത്തെയും പോലെ ഇന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് താല്പര്യമുണ്ട് എന്ന് സർക്കാർ പറയുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് ആശാ വർക്കേഴ്സ് പറയുന്നത്. വിവിധ സംഘടനകൾ ആശാ വർക്കേഴ്സിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട്. ഈ ആശാ വർക്കർമാർ നടത്തുന്ന സമരം ന്യായമായ സമരമാണ്. അതിനകത്തൊരു കലർപ്പുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടന ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ 14-ാം ദിവസം, സമരത്തിന്റെ 14-ാം ദിവസം ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമരം തീരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഗവൺമെന്റ് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പലപ്പോഴും സമരം ഒത്തീർപ്പാക്കുന്നതിന് പകരം സമരക്കാരെ വിമർശിക്കുവാനാണ് പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പാർട്ടി നേതാക്കന്മാരായാലും മന്ത്രിമാരായാലും അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പറയുന്നതോറും പൊതുസമൂഹത്തിന്റെ പിന്തുണ സമരത്തിന് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്ന് സമരത്തിന്റെ ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ പരിഹാരം ഉണ്ടാകണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നടക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓണറേറിയം വെറും 3000 വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഒന്നും മിണ്ടുന്നില്ല. ചർച്ചയിൽ തങ്ങൾ തൃപ്തരല്ല. സമരവുമായി ശക്തമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. മന്ത്രി വിളിച്ചാൽ അടുത്ത ദിവസത്തെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും മിനി പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇൻസെന്റീവ് വർധനവ് കേന്ദ്രം ഗൗരവത്തോടെ ആലോചിക്കുന്നുണ്ട് എന്ന് ചർച്ചകൾക്ക് ശേഷം മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആശമാരുടെ സംഘടന. ആശാ വർക്കർമാരുടെ സമരം 53 ദിവസം പിന്നിട്ടിരിക്കുകയാണ്.